എല്ലാവർക്കും അല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ പോയി ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പവും കടലക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇന്ന് രക്ഷാബന്ധന ഡേ ആണ്. കഴിഞ്ഞ ഇതിനകത്ത് വരലക്ഷ്മി പൂജയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, സൂപ്പറാണ്. അപ്പോൾ ഇന്ന് രക്ഷാബന്ധനാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോന്നോരോ എന്ത് ബന്ധനമായാലും ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അല്ലി കുഞ്ഞിനെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി. മേക്കപ്പൊക്കെ ഇട്ട് ബ്രൂട്ടീഷ്യനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാനും ഒന്ന് മേക്കപ്പ് അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ പോയി. അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാനത്തില്ല. അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ പൂരം മഴയായി, തിരിച്ചു വരാൻ പറ്റാത്ത സിറ്റുവേഷൻ. അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണം ഓട്ടോയിലും ഏട്ടൻ ബൈക്കിൽ മഴ നനഞ്ഞ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഓട്ടോയാണ്, ഇലക്ട്രിക് ഓട്ടോ. നമ്മുടെ നാട്ടിൽ കാണാത്ത പല പല സാധനങ്ങൾ ഇവിടെ കാണാം. അതിലൊരു സാധനമാണ് ഈ സാധനം. ഇതിനകത്ത് കയറി ഇരുന്ന് നടുവും മുതും എല്ലാം പോയി. രണ്ട് സൈഡും ഓപ്പണാണ്. ഞാനിപ്പോൾ താഴെ വീഴുമെന്നും പറഞ്ഞാണ് അതിനകത്ത് ഇരുന്നത്. അതിൻ്റെ ഫ്രണ്ട് വശത്ത് മേളിൽ ഓട്ടയുണ്ടായിരുന്നത്. വെള്ളം വീഴുന്ന കണ്ടു, അതാണ്. അത് കാരണം ഞാൻ ഇപ്പുറത്ത് കയറിയിരുന്നത്. അങ്ങനെ ഇതിവിടുത്തെ വേറൊരു വാഹനമാണ്. ഇതിനകത്ത് ആൾക്കാർ പോകുന്ന കാണാം, സാധനങ്ങൾ പോകുന്ന കാണാം. നമ്മുടെ നാട്ടിലെങ്ങാണമാണെങ്കിൽ എപ്പോഴേ പിടിച്ചെടുത്ത അയ്യത്ത് കളഞ്ഞേനെ പോലീസുകാർ. പിന്നെ ഫുള്ള് ബ്ലോക്കായിരുന്നു അങ്ങോട്ട് സൈഡ്. അങ്ങോട്ട് ഞങ്ങൾ ബൈക്കിലായിരുന്നത് കൊണ്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ നൂർന്ന് പോയി. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇപ്പുറം സൈഡ് വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഓട്ടോയിലാണ് പോരുന്നത്. നനയാണ്ട് വന്നു എന്ന് പറയാം. എൻ്റെ കാല് ഫുള്ളും നനഞ്ഞ ആ ഊട്ടയായത് കാരണം. അങ്ങനെ മഴയൊക്കെ കണ്ടത് ഇവരെല്ലാം നനഞ്ഞ് വരുന്ന കണ്ടപ്പോൾ എനിക്ക് മഴ നനയാൻ കൊതി തോന്നി ആത്മാർത്ഥമായിട്ടും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞുള്ളതുകൊണ്ട് മഴ നനയാനൊക്കത്തില്ല. അങ്ങനെ ഏട്ടൻ ഫുള്ളും നനഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഇടക്കിടന്ന് വിളിക്കുകയാണ്, രക്ഷാബന്ധനാണ്, വരൂ പറഞ്ഞിട്ട്. രക്ഷാബന്ധൻ എന്താ 1 മണി വരെയും കണ്ടേ സമയമുള്ളൂ അതിൻ്റെ ടൈമിങ്. പിന്നെ ഇവിടെ നിറച്ച് പച്ചപ്പും ഹരിതാപയൊക്കെ ഉണ്ട്. കുഞ്ഞൊക്കെ കാണാം ഇങ്ങനെ പച്ചപ്പ്. എല്ലായിടവും ഇല്ല, കുറേയൊക്കെ എടുത്ത് നന്നായിട്ട് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിൽ വന്നു. കാരണം ഇതായതുകൊണ്ട് അങ്ങനെ പിടിച്ച് ബന്ധിച്ച് രണ്ടുപേരും ബന്ധനം സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മുട്ടായിയാണ്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ രണ്ടുപേരും കൂടെ അതിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. നോർമലി ആൺകുട്ടികൾക്കാണ് കെട്ടണത്, പക്ഷേ ഇതിപ്പോൾ പെൺകുട്ടിക്കും കെട്ടിയിട്ടുണ്ട് കേട്ടോ. അത് അവരുടെ ഒരു രസം. പിന്നെ വലിയ പാചകമൊന്നും നടത്താൻ പറ്റാത്തത് കാരണം നമ്മളൊരു റൈസും സലാഡും പിന്നെ ഇറച്ചിയൊന്നുമില്ല, അതിന് പകരമായിട്ട് നമ്മൾ മുട്ട എടുത്ത് വെച്ച് മുട്ടക്കറിയും കൂടാണ് വെച്ചത്. അങ്ങനെ ഒരു കൊച്ച് റൈസാക്കി എടുത്തു. കൂടുതൽ കറിയും കൂട്ടാനൊന്നും വെക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അതിലൊക്കത്ത് കിടക്കുന്നവരറിയരുത് രക്ഷാബന്ധനായിട്ട് ഇവിടെ മുട്ട തിന്ന് കളിച്ചത്. ഇവരൊക്കെയും അധികം അങ്ങനെ നോൺ വെജ് കഴിക്കുന്നവരല്ലേ ഇവിടെ ഉള്ളവർ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണിച്ചൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ സ്വന്തം വെട്ട് കേക്കും പിന്നെ ഉണ്ണിയപ്പവും ഉണ്ടായിരുന്നു. മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ച കേരള സ്റ്റോറുണ്ട്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച. അതിനെയൊക്കെ കണ്ടപ്പോൾ കൊതി വന്നു. ഒത്താൻ നമ്മൾ ഓണത്തിന് നാട്ടിൽ വരും, ഇതിനെയൊക്കെ വാങ്ങിച്ച് തിന്നണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. രാത്രിയായപ്പം പതിവ് പോലെ രാവിലെ തന്നെ ബാക്കി മാവ് വെച്ചിരുന്നു. അതിൻ്റെ അപ്പവും കടലക്കറിയൊക്കെ ആയിട്ട് കഴിച്ചു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.